ഹായ് സുഹൃത്തുക്കളെ, ഈ കിണറിൻ്റെ അവസ്ഥകൾ കണ്ടില്ലേ? ഇത് ഓക്സിജൻ അല്ല ഈ കിണറിൽ. കഴിഞ്ഞ ദിവസം ഇതിലൊരു പൂച്ച ആടിയിരുന്നു. കിണറിലൊക്കെ പണിക്ക് ഇറങ്ങുമ്പോൾ നല്ല ശ്രദ്ധിക്കേണ്ട കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം ഇപ്പോൾ വേനൽ ചൂടുകാലമാണ്, നല്ല ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആദ്യം ഇതുപോലൊക്കെ വല്ല പേപ്പറോ അല്ല മെഴുകുതിരിയോ കത്തിച്ച് ഇറക്കിയതിന് ശേഷം മാത്രം കിണറിൽ ഇറങ്ങുക. ഇത് ഞാൻ കാണിച്ചു തരാം. ആ പേപ്പർ കെടുന്നുണ്ടോ നോക്കോളൂ. എവിടെന്നാണ് കെടുന്ന് നോക്കണേ. ഇതാ അവിടെ നിന്നാണ് കെട്ടി, അത്രേ ഭാഗത്തു നിന്നാണ് കെട്ടുപോയി. ഇതിപ്പോൾ കിണറൊന്ന് വെള്ളം അടിച്ച് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. നമുക്ക് മൊത്തം ഒന്ന് കഴുകിയിട്ടുണ്ട്. ഇപ്പം ഓക്സിജൻ്റെ ബുദ്ധിമുട്ട് ഒഴിവായിട്ടുണ്ടാവും. ഇപ്പോൾ ഓക്സിജൻ ക്ലിയർ ആയിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഞാനത് കാണിച്ചു തരാം. ഇപ്പോൾ ക്ലിയറായ സ്ഥിതി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല ശ്രദ്ധിക്കണം കേട്ടോ. കിണറിൽ ഇറങ്ങുന്നവർ വലിയ സംഭവമായിട്ടൊന്നും ആരും കാണണ്ട. കിണറിൽ ഇറങ്ങുന്നത് ഇപ്പോൾ ആ പേപ്പർ നന്നായി കത്തുന്നതാണല്ലോ, ഫുള്ള് കത്തും. കണ്ടില്ലേ? ഇപ്പം അടി വരെ കത്തും. പേപ്പർ വെള്ളത്തിൽ നിന്നാണ് കത്തുന്നത്. കണ്ടില്ലേ? ഇതുപോലെ കത്തും ഓക്സിജൻ റെഡി ആയി കഴിഞ്ഞാൽ. അപ്പോൾ നല്ല ശ്രദ്ധിക്കുക. വലിയ സംഭവമായിട്ടൊന്നും ആരും കിണറിലിറങ്ങുന്നത് കാണണ്ട. അതുപോലെ ഇപ്പോൾ ഇത് ഇനിയും വെള്ളം റിട്ടയടിക്കണം. ഈ പുക ഇതിൻ്റെ ഉള്ളിൽ പുക ഒഴിവാണെന്നുണ്ടെങ്കിൽ വെള്ളം ഇനിയും റിട്ടയടിക്കും. അപ്പോൾ പുക ഒഴിവായി കിട്ടും. കിണറിൻ്റെ ഫുള്ള് വർക്ക് കഴിഞ്ഞിട്ടോ. ഓക്കെ, നമ്മൾ കുറച്ച് മണ്ണിലൊക്കെ കുറേണ്ടായിരുന്നു, മൊത്തം വാരി കയറ്റി കിണറിൻ്റെ പണി വൃത്തിയാക്കണം. എന്നാൽ ഇത് കിണറിലെ പൂച്ച ചാടിയുണ്ട്. പൂച്ച ചാടിയിട്ട് ചെറിയ പൂച്ചക്കുട്ടിയായിരുന്നു. അതിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഒരു കാക്ക പ്രവാസിയാണ്. മൂപ്പര് വന്ന് ചെറുപ്പത്തിലൊക്കെ മൂപ്പര് കിണറിൽ ഇറങ്ങിയായിരുന്നു. അപ്പം മൂപ്പര പൂച്ചനെ പിടിക്കാൻ വേണ്ടി ഇറങ്ങി. മൂപ്പര രണ്ട് കൈയിൻ്റെ തൊലി മൊത്തം കയറിൻ്റെ പ്ലാസ്റ്റിക് കയറുകൊണ്ട് ചെത്തിപ്പോയി. പിന്നെ ശ്വാസം കിട്ടാതെ കയറാനും പറ്റിയില്ല. ലാസ്റ്റ് ഒരു അരമണിക്കൂർ പോലും നിന്നവർ കിണറിൽ വന്ന് നാട്ടുകാരൊക്കെ വന്ന് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഒരു വിധത്തിലൊരു അരമണിക്കൂർ നിർത്തി. അപ്പോൾ ഇത് മുക്കം പിന്നെ ഫയർഫോഴ്സ് വന്ന് മൂപ്പരെ വലിച്ചേറ്റാണ് ചെയ്തത്. അതുപോലെ ഇത് ശ്രദ്ധിക്കേണ്ട കേസാണ്. നിസ്സാരമായിട്ട് ആരും കാണരുത്. കിണറുണ്ട് മുറ്റത്തുണ്ടെന്ന് പറഞ്ഞ് ആരും ചാടി ഇറങ്ങാൻ നിൽക്കരുത്. നന്നായി ശ്രദ്ധിച്ചോളാം. എന്നിട്ട് കറക്റ്റ് കാര്യങ്ങൾ എന്താ വേണ്ടത് ചെയ്തതിന് ശേഷം മാത്രം കിണറിലിറങ്ങുക. ഓക്കെ.